ഹായ് ഫ്രണ്ട്സ്, കേട്ടറ്റ് കാറ്റഗറി 1-ൽ EVS-ൽ നിന്നും നിർബന്ധമായും നമ്മൾ പഠിച്ചിരിക്കേണ്ട ചില ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ 4ാം ക്ലാസ്സിലെ EVS ടെക്സ്റ്റ് പുസ്തകത്തിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കുറെ വിവരങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ചാപ്റ്ററിലെ ചില പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കുറെ സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറെ വ്യക്തികൾ, അതുമായി ബന്ധപ്പെട്ട കുറെ വർഷങ്ങൾ, ഇവയൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഓർത്തിരിക്കേണ്ട ഒരു വർഷമാണ് 1915 ജനുവരി 9 എന്ന് പറയുന്നത്. ഈ 1915 ജനുവരി 9-ാം തീയതിയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ജനുവരി 9 ഭാരതീയ പ്രവാസി ദിനമായി നമ്മൾ ആചരിക്കുന്നത്. ഭാരതീയ പ്രവാസി ദിനമായി നമ്മൾ ആചരിക്കുന്ന ദിവസമാണ് ജനുവരി 9. ഇങ്ങനെ ആചരിക്കാനുള്ള കാരണമാണ് അപ്പൊ നമ്മൾ പറഞ്ഞത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയ ദിവസമാണ് ജനുവരി 9. അത് വർഷം 1915. ഇവിടെ നമ്മൾ ആദ്യം ഓർത്തു വെക്കേണ്ട വർഷവും തീയതിയാണത്. 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി. ഈ ദിവസം നമ്മൾ ഭാരതീയ പ്രവാസി ദിനമായിട്ട് ആചരിക്കുന്നു. ഇതിനുശേഷം ഗാന്ധിജി നിരവധി സത്യാഗ്രഹ സമരങ്ങളിൽ ഇന്ത്യയിൽ പങ്കെടുക്കുകയുണ്ടായി. ഈ സത്യാഗ്രഹ സമരങ്ങളുടെ പേര്, അവ നടന്ന വർഷം, ഇവയൊക്കെ നമ്മുടെ പരീക്ഷയിലെ സ്ഥിരം ചോദ്യങ്ങളാണ്. അതിനുശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷം ഗാന്ധിജി ആദ്യമായി പങ്കെടുക്കുന്ന സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം അല്ലെങ്കിൽ ചമ്പാരൻ സമരം എന്ന് പറയുന്നത്. 1917 ഈ ചമ്പാരൻ സമരം നടക്കുന്നത്. ബീഹാറിലാണ് ഈ ചമ്പാരൻ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അവിടെയുള്ള കർഷകരുടെ ആവശ്യങ്ങൾ തോട്ടമുടമകളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നതിനായിട്ടാണ് ഗാന്ധിജി ഈ ഒരു സമരം അവിടെ സംഘടിപ്പിച്ചത്. ഇപ്പൊ ചമ്പാരൻ സത്യാഗ്രഹം അറിയപ്പെടുന്നത് ഗാന്ധിജി തിരിച്ചെത്തിയതിനു ശേഷം ആദ്യമായിട്ട് പങ്കെടുത്ത ഒരു സത്യാഗ്രഹ സമരമാണ് ചമ്പാരൻ സമരം അല്ലെങ്കിൽ ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. നടന്ന വർഷം ഓർത്തു വെക്കുക, 1917. അതായത് 1915 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തുന്നു. അതിനുശേഷം ഗാന്ധിജി പങ്കെടുത്ത ആദ്യ സമരം ചമ്പാരൻ സമരം, വർഷം 1917. ഇതിനുശേഷം നടന്ന ഒരു സമരമാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം. അഹമ്മദാബാദിലെ മില്ലുടമകളും തൊഴിലാളികളും തമ്മിലുള്ള ഒരു തർക്കത്തിൽ ഗാന്ധിജി ഇടപെടുകയാണ് ഉണ്ടായത്. ആ സമരമാണ് പിന്നീട് അഹമ്മദാബാദ് തുണിമിൽ സമരം എന്നറിയപ്പെട്ടത്. 1918 ഈ അഹമ്മദാബാദ് തുണിമിൽ സമരം നടക്കുന്നത്. രണ്ട് സമരങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്ന് 1917 നടന്ന ചമ്പാരൻ സമരം, അതിനുശേഷം 1918 നടന്ന അഹമ്മദാബാദ് തുണിമിൽ സമരം. അതിനുശേഷം ഗാന്ധിജി പങ്കെടുത്ത അടുത്തൊരു സമരമാണ് ഗേഡ സമരം. ഇതും 1918 തന്നെയാണ് നടന്നത്. ഗുജറാത്തിലെ ഗേഡ ജില്ലയിൽ ഗാന്ധിജി പങ്കെടുത്തൊരു സമരമാണ് ഗേഡ സമരം എന്ന് പറയുന്നത്. ഇതും കർഷകർക്ക് വേണ്ടി ഗാന്ധിജി ഇടപെട്ട ഒരു സമരമാണ്. അപ്പൊ 3 സമരങ്ങൾ ഓർത്ത് വെക്കുക. 1917 ചമ്പാരൻ സത്യാഗ്രഹം, ദെൻ 1918 നടന്ന അഹമ്മദാബാദ് തുണിമിൽ സമരം, ദെൻ അതേ വർഷം തന്നെ 1918 നടന്നൊരു ഗേഡ സമരം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ജാലിയൻ വാലാബാഗ് സംഭവം എന്ന് പറയുന്നത്. ജാലിയൻ വാലാബാഗ് സംഭവം പഞ്ചാബിലെ അമൃത്സറിൽ വെച്ചാണ് ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കുരുതി നടന്നത്. 1919 ഏപ്രിൽ 13 ഈ പറയുന്ന ജാലിയൻ വാലാബാഗ് സംഭവം നടന്നത്. അതായത് ജാലിയൻ വാലാബാഗ് മൈതാനത്ത് ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ജനങ്ങൾ അവിടെ ഒത്തുകൂടുകയും ഈ ജനക്കൂട്ടത്തിന് നേരെ അന്ന് വെടിവെക്കാനായിട്ട് പഞ്ചാബ് ഗവർണറായിട്ടുള്ള ജനറൽ മൈക്കിൾ ഒ ഡയർ ഉത്തരവിടുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ പട്ടാള മേധാവിയായിരുന്ന ജനറൽ ഡയറും കൂട്ടരും കൂടി ചേർന്ന് അവിടെ ഒരു കൂട്ടക്കൊല നടത്തിയിട്ടുണ്ടായത്. ആ കൂട്ടക്കൊലയാണ് ഈ ജാലിയൻ വാലാബാഗ് സംഭവം അറിയപ്പെടുന്നത്. ഇത് നടന്ന വർഷം 1919, ഡേറ്റ് ഏപ്രിൽ 13. ഈ കൂട്ടക്കുരുതിക്ക് ഉത്തരവിട്ട മൈക്കിൾ ഒ ഡയറിനെ പിന്നീട് 1940 മാർച്ച് 13 ലണ്ടനിൽ വെച്ച് ഉദ്ധം സിംഗ് എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ വെടിവെച്ച് കൊല്ലുകയുണ്ടായി. ഈ ഉദ്ധം സിംഗ് ആണ് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഈ വർഷം കൂടെ നമ്മൾ അവിടെ ഓർത്തു വെക്കുക. ജാലിയൻ വാലാബാഗ് സംഭവം നടന്നത് 1919 ഏപ്രിൽ 13. ഈ സംഭവം നടന്നത് പഞ്ചാബിലെ അമൃത്സറിൽ വെച്ചാണ്. ഇനി നമ്മൾ ഓർത്തു വെക്കേണ്ട സംഭവമാണ് നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരം ഈ ജാലിയൻ വാലാബാഗ് സംഭവത്തെ തുടർന്നാണ് നമ്മുടെ ദേശവ്യാപകമായിട്ട് ഒരു സമരം ആരംഭിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. അതിന്റെ ഭാഗമായാണ് ഈ നിസ്സഹകരണ സമരം സംഘടിപ്പിച്ചത്. 1920 ഈ നിസ്സഹകരണ സമരം നടക്കുന്നത്. ഈ സമരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആവശ്യങ്ങൾ ഉയർത്തിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ്: ഒന്ന്, വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക;
അതുപോലെ ഖാദിയും കൈത്തറിയൊക്കെ സ്വയം നിർമ്മിച്ച് ഉപയോഗിക്കുക, സർക്കാർ ഉദ്യോഗങ്ങളിൽ നിന്ന് രാജിവെക്കുക, നികുതി നിഷേധിക്കുക, മദ്യം വർജിക്കുക, അതുപോലെ അയിത്തോച്ചാടനം, അതുപോലെ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നിയമനിർമ്മാണ സഭകള്, കോടതികൾ ഇവയൊക്കെ ബഹിഷ്കരിക്കുക, അതുപോലെ ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക. ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ഈ നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ. അപ്പൊ ആ വർഷം കൂടി ഓർത്തു വെക്കാം. ഈ നിസ്സഹകരണ സമരത്തിന് തുടക്കം കുറിച്ചത് 1920-ലാണ്. 1919 നടന്ന ജാലിയൻ വാലാബാഗ് സംഭവത്തെ തുടർന്നാണ് ഈ നിസ്സഹകരണ സമരം ഇന്ത്യയിൽ നടന്നത്. ഇനി നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹം അല്ലെങ്കിൽ ദണ്ഡി മാർച്ച് എന്ന് പറയും. 1930-ലാണ് ദണ്ഡി യാത്ര അല്ലെങ്കിൽ ഈ ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്. ഗാന്ധിജി നേരിട്ട് നേതൃത്വം വഹിച്ച ഒരു സമരമാണ് ഈ പറയുന്ന ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. സബർമതിയിൽ നിന്ന് ഏകദേശം 388ഓളം കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്തെത്തി അവിടെ വെച്ച് ഉപ്പ് കുറുക്കിയെടുത്തൊരു സമരമാണ് ഈ പറയുന്ന ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ പല ഭാഗത്തും ഇതേ സമയത്ത് ഈ രീതിയിലുള്ള ഉപ്പ് സത്യാഗ്രഹ സമരങ്ങൾ നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കടപ്പുറത്തേക്കാണ് ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിച്ചത്. ആ മാർച്ചിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കെ കേളപ്പൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. അപ്പൊ അതും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഒന്ന് ഓർത്തു വെക്കുക. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ഓർത്തു വെക്കുക, 1930-ലാണ് ഈ ഉപ്പ് സത്യാഗ്രഹം നടന്നത്. ഇതിനു ശേഷം നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ക്വിറ്റ് ഇന്ത്യ. 1942-ലാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നത്. ബോംബെയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്നത്. ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓഗസ്റ്റ് 9-ാം തീയതി നമ്മൾ ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ ദിനം, ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഓഗസ്റ്റ് 9. വർഷം ഓർത്ത് വെക്കുക, 1942 ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. പിന്നീട് 1947 ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യ സ്വതന്ത്രമാവുന്നത്. അത്രയും വർഷങ്ങളും പ്രധാനപ്പെട്ട ഡേറ്റുകളും നമ്മൾ നിർബന്ധമായും ഓർത്തു വെക്കുക. അതായത് ഒന്നാമത് നമ്മൾ പറഞ്ഞത് 1915 ജനുവരി 9 ഇത് നമ്മൾ ഭാരതീയ പ്രവാസി ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഈ ജനുവരി 9 എന്ന് പറയുന്നത്. ഈ ദിവസമാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ടത് ചമ്പാരൻ സമരമാണ് 1917. ദെൻ 1918 നടന്ന അഹമ്മദാബാദ് തുണിമിൽ സമരം, അതേ വർഷം തന്നെ നടന്ന ഗേഡ സമരം. ദെൻ 1919 ഏപ്രിൽ 13 നടന്ന ജാലിയൻ വാലാബാഗ് സംഭവം. ദെൻ അതിനുശേഷം 1920 നടന്ന നിസ്സഹകരണ സമരം. പിന്നീട് 1930 ദണ്ഡി യാത്ര അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം. പിന്നീട് 1942 ക്വിറ്റ് ഇന്ത്യ സമരം. അവിടെ ക്വിറ്റ് ഇന്ത്യ ദിനം നടന്ന ദിവസം കൂടി അവിടെ നമ്മൾ ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം കൂടി ഓർത്തു വെക്കുക, ഓഗസ്റ്റ് 9. പിന്നീട് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയായി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ ഓർത്തു വെക്കുക. ഇതിന്റെ കൂടെ നമ്മൾ ഒരു കാര്യം കൂടി ഓർത്തു വെക്കാം. ഗാന്ധിജിയുടെ ജന്മദിനമാണ് ഒക്ടോബർ 2 എന്ന് പറയുന്നത്. ഈ ഒക്ടോബർ 2 ലോക അഹിംസാ ദിനമായി ആചരിക്കുന്നുണ്ട്. ലോക അഹിംസാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ്. അത് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് ലോക അഹിംസാ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ 2. അതും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഒന്ന് ഓർത്തു വെക്കാം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ചില പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ആ വ്യക്തികളുടെ സംഭാവനകളാണ് സാധാരണ നമുക്ക് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആണ്. 1964 മെയ് 27 അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടർന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നവംബർ 14. ഈ നവംബർ 14 നമ്മൾ ശിശുദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. ഇന്ത്യയെ കണ്ടെത്തൽ, ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഇത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്, ഇന്ത്യയെ കണ്ടെത്തൽ. അപ്പൊ പുസ്തകം ഓർക്കുക, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നാണ് ആരറിയപ്പെടുന്നത്? സർദാർ വല്ലഭായ് പട്ടേൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് ഈ സർദാർ എന്നുള്ള സ്ഥാനപ്പേര് നൽകുന്നത് ഗാന്ധിജിയാണ്.
അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ മന്ത്രിസഭയിലെ ഉപപ്രധാനമന്ത്രിയായിരുന്നു ഈ പറയുന്ന ഉരുക്കു മനുഷ്യനായി അറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ. അതും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഒന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി കൂടിയാണ് ഈ സർദാർ വല്ലഭായ് പട്ടേൽ. ഈ സർദാർ എന്നുള്ള പേര്, സ്ഥാനപ്പേര് അദ്ദേഹത്തിന് നൽകിയത് ഗാന്ധിജിയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. നേതാജി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നേതാജി എന്നറിയപ്പെടുന്ന നമ്മുടെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത്. ഇദ്ദേഹം രൂപീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഫോർവേഡ് ബ്ലോക്ക്, അതായത് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിൽ നിന്നൊക്കെ രാജിവെച്ച് അദ്ദേഹം രൂപീകരിച്ച പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സുഭാഷ് ചന്ദ്രബോസുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക. നേതാജി എന്നറിയപ്പെടുന്നു. അദ്ദേഹം രൂപവൽക്കരിച്ച രാഷ്ട്രീയ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക്. നെക്സ്റ്റ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകനാണ് ഈ ഗോപാലകൃഷ്ണ ഗോഖലെ എന്നറിയപ്പെടുന്ന വ്യക്തി. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഈ ഒരു കാര്യം മാത്രമാണ് അവിടെ ഓർത്തു വെക്കേണ്ടത്. ഗോപാലകൃഷ്ണ ഗോഖലെയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ടത് അദ്ദേഹം സ്ഥാപിച്ച ഈ ഒരു സൊസൈറ്റിയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. നെക്സ്റ്റ് ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലക് അദ്ദേഹം ലോകമാന്യ എന്നാണ് അറിയപ്പെടുന്നത്. ലോകമാന്യ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ബാലഗംഗാധര തിലക്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഈ പറയുന്ന ബാലഗംഗാധര തിലക് എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളും അവിടെ നമ്മൾ ഓർത്തു വെക്കുക. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അതുപോലെ ലോകമാന്യ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയാണ് ബാലഗംഗാധര തിലക്. നെക്സ്റ്റ് ഭഗത് സിംഗ്. 1907 പഞ്ചാബില് ജനിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഭഗത് സിംഗ് എന്ന് പറയുന്നത്. 1931 മാർച്ച് 23 ലാഹോർ സെൻട്രൽ ജയിലിൽ വെച്ച് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് ഈ 3 പേരെയും തൂക്കിലേറ്റുന്നത്. 1907 ജനിച്ച് 1931 മരണമടഞ്ഞ ഒരു വിപ്ലവകാരിയാണ് ഭഗത് സിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ സഞ്ചരിക്കുന്ന ലൈബ്രറി എന്നാണ് സഹപ്രവർത്തകർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുള്ളത്. സഞ്ചരിക്കുന്ന ലൈബ്രറി. കാരണം അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ഒരു കയ്യിലൊരു പുസ്തകം ഉണ്ടാവും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ എപ്പോഴും അദ്ദേഹത്തെ സഞ്ചരിക്കുന്ന ലൈബ്രറി എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ 1925 ഭഗത് സിംഗ് മുൻകൈ എടുത്തിട്ട് രൂപം നൽകിയ ഒരു സംഘടനയാണ് പഞ്ചാബ് നൗ ജവാൻ ഭാരത് സഭ എന്ന് പറയുന്നത്. പഞ്ചാബ് നൗ ജവാൻ ഭാരത് സഭ 1925 ഭഗത് സിംഗ് മുൻകൈ എടുത്ത് രൂപീകരിച്ച ഒരു സംഘടനയാണ്. അസംബ്ലിയിൽ ബോംബെറിഞ്ഞ കേസിന്റെ ഭാഗമായിട്ടാണ് ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖ്ദേവിനെയും ഈ ഗൂഢാലോചന കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 3 പേരെയും വധശിക്ഷയ്ക്ക് വിധിച്ചത്. 1931 മാർച്ച് 23 ലാഹോർ സെൻട്രൽ ജയിലിൽ വെച്ചിട്ടാണ് അവരുടെ വധശിക്ഷ നടപ്പിലാക്കിയത്. മരണത്തിലേക്ക് വളരെ പുഞ്ചിരിയോടുകൂടി നടന്നു നീങ്ങിയ ധീരയോദ്ധാവായിരുന്നു ഈ പറയുന്ന ഭഗത് സിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സരോജിനി നായിഡു. ഒരു പ്രശസ്തയായ കവയത്രിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണറായിരുന്നു ഈ പറയുന്ന സരോജിനി നായിഡു എന്ന് പറയുന്ന ഈ ഒരു സ്വാതന്ത്ര്യ സമര പോരാളി. ഗാന്ധിജിയുടെ ഒരു വിശ്വസ്ത സേവകയായിരുന്നു ഇവര്. ഉപ്പ് സത്യാഗ്രഹത്തിലും ക്വിറ്റ് ഇന്ത്യ സമരത്തിലൊക്കെ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച വ്യക്തിയാണ്. അതുപോലെ ഏഷ്യയിലെ വാനമ്പാടി എന്നും ഇന്ത്യയുടെ പൂങ്കുയിൽ എന്നും അറിയപ്പെടുന്ന ഒരു കവയത്രി കൂടിയാണ് സരോജിനി നായിഡു എന്ന് പറയുന്നത്. അതുകൂടാതെ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ വനിതാ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് സരോജിനി നായിഡു. അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കുക. കോൺഗ്രസിന്റെ പ്രഥമ വനിതാ അധ്യക്ഷയായിരുന്നു. അതുപോലെ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഗവർണർ ആയിരുന്നു. അതുപോലെ ഏഷ്യയിലെ വാനമ്പാടി എന്നും ഇന്ത്യയുടെ പൂങ്കുയിൽ എന്നും അവർ അറിയപ്പെട്ടിരുന്നു. അടുത്തതായിട്ട് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അതിർത്തി ഗാന്ധി. അദ്ദേഹം രൂപം കൊടുത്തൊരു സംഘടനയാണ് ഖുദായ് ഗിത് മക്കാർ. ഖുദായ് ഗിത് മക്കാർ. ഇതിനെ ചെങ്കുപ്പായക്കാരുടെ സേന എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ചെങ്കുപ്പായക്കാരുടെ സേന എന്ന് അറിയപ്പെട്ടിരുന്നു. കാരണം അവരുടെ യൂണിഫോം ചുവന്ന കുപ്പായായിരുന്നു. അതുകൊണ്ടാണ് അതിനെ ചെങ്കുപ്പായക്കാരുടെ സേന എന്ന് അറിയപ്പെട്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഗാന്ധിജിയുടെ വിശ്വസ്തനായ ഒരു ശിഷ്യനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് ഈ പറയുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ഭാരതരത്ന നൽകി ആദരിച്ച വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നെക്സ്റ്റ് അബുൽ കലാം ആസാദ്. അബുൽ കലാം ആസാദ്. ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം 1947 ഓഗസ്റ്റില് നമ്മുടെ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ മന്ത്രിസഭ
രൂപം കൊണ്ട സമയത്ത് അതിനകത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അബുൽ കലാം ആസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അബുൽ കലാം ആസാദ്. ഈ ഒരു കാര്യം നമ്മൾ അദ്ദേഹത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് കുറെ വർഷങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളുമാണ്. രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രധാനപ്പെട്ട ചില വ്യക്തികളാണ്. നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് മഹാത്മാഗാന്ധിയാണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് മഹാത്മാഗാന്ധി. പിന്നെ നമ്മൾ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പറഞ്ഞു. നേതാജി എന്നറിയപ്പെടുന്നു. ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം വഹിച്ച വ്യക്തി കൂടിയാണ് സുഭാഷ് ചന്ദ്രബോസ്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് ബാലഗംഗാധര തിലക്. ഭാരതത്തിന് വേണ്ടി മരണത്തിലേക്ക് ഒരു പുഞ്ചിരിയോടെ നടന്നെടുത്ത ധീര രക്തസാക്ഷിയാണ് പഞ്ചാബിൽ ജനിച്ച ഭഗത് സിംഗ് എന്ന് പറയുന്നത്. ഏഷ്യയിലെ വാനമ്പാടി എന്നും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണറുമായിരുന്ന വ്യക്തിയാണ് സരോജിനി നായിഡു. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുകയും നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിന് നേതൃത്വം നൽകുകയും ചെയ്ത വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അതുപോലെ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു ധീര നേതൃത്വവും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയും ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിന്റെ രചയിതാവുമാണ് നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു. ദെൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ട വ്യക്തിയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൊക്കെ സജീവ നേതൃത്വം വഹിച്ചൊരു വ്യക്തി കൂടിയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് നിന്ന് നിരവധി ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ കാറ്റഗറി 1 EVSന്റെ ക്വസ്റ്റ്യൻ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. നിർബന്ധമായിട്ടും ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് ഓർത്തു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.